സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വസന്തേട്ട ക്ഷമിക്കണം കേട്ടോ, മറ്റൊന്നും തോന്നരുത്. അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ ദേഷ്യം കൊണ്ടല്ല കേട്ടോ. അയ്യോ, എന്തിനാ മധു സേഫ്റ്റി പിൻ? കയ്യില് മീനുള്ളൂ എല്ലാം കൊണ്ടാ. എവിടെ? നട്ടല് ഷോക്കേറ്റതുപോലെ. മധു, നീ വലിയ സുന്ദരിയാണ് കേട്ടോ. ഇപ്പൊ എല്ലാം മാറി. ഇപ്പൊ ചുറ്റും നിറഞ്ഞിരിക്കുന്നത് വായുവാണോ പ്രണയമാണോ? വായു. വായുവിടെ കിടന്ന് പറക്കുന്നതൊക്കെ എനിക്ക് കാണാം. പ്രണയമൊക്കെ തീർന്നു. താനെന്താ പറഞ്ഞ? കേട്ടില്ലേ? എന്നാലേ ഞാൻ ചെവി പറയാം. നീ വാ. ഒടുക്കത്തെ ഭംഗിയാ എന്റെ ചക്കരയ്ക്ക്. പൂജ, പൂജ. എന്താ സർ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇന്നലെ എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മവയ്ക്കുകയൊക്കെ ചെയ്തില്ലേ? ആ സമയത്ത് തനിക്ക് നാണം ഉണ്ടായില്ലേ? എന്റെ സർ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അത് അവസാനിച്ചു. അതിനി വിട് സർ. അതെന്ത് ന്യായമാ? തനിക്ക് തോന്നുമ്പോ ഒക്കെ തുടങ്ങാം, ഇഷ്ടമില്ലാത്തപ്പോ അവസാനിപ്പിക്കാം. അത് പറ്റില്ല. എനിക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ശരി, എന്നാ പിന്നെ ചർച്ച നടക്കട്ടെ. സാറ് ചോദിച്ചോളൂ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ, അതായത് ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോ തന്റെ മനസ്സിൽ എന്തായിരുന്നു? ഇത് വല്ലാത്ത ചോദ്യമായി പോയല്ലോ സർ. ഞാൻ ഉത്തരം പറ. ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ? ഞാൻ ആ സമയത്തൊരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു, ഒരു നടി. എന്റെ റോള് നന്നായിട്ട് അഭിനയിക്കാന്ന് മാത്രമായിരുന്നു മനസ്സിൽ. ഒരു ജോലി ഏറ്റെടുത്ത് കോൺട്രാക്ട് സൈൻ ചെയ്താ പിന്നെ ആ കഥാപാത്രമായി അഭിനേതാക്കൾ ജീവിക്കുകയാണെന്ന് തോന്നുമ്പോഴല്ലേ കഥാപാത്രത്തിന്റെ വിജയം പൂർണ്ണാവും. എന്തായാലും എനിക്ക് കിട്ടിയ കഥാപാത്രത്തെ ഒറിജിനാലിറ്റിയോട് കൂടി തന്നെ വിജയിപ്പിച്ചു. എന്നാ ഞാനൊരു കാര്യം പറയാം. അപ്പോഴല്ല, ഇപ്പോഴാ താൻ അഭിനയിക്കുന്നത്. മനസ്സിലായില്ല. എന്നോട് താൻ ഇപ്പൊ സംസാരിക്കുന്നില്ലേ? ഇവിടെയാണ് താൻ അഭിനയിക്കുന്നത്. ഇന്നലെ ഇന്ന് രാവിലെയൊക്കെ താൻ ജീവിക്കുകയായിരുന്നു. തന്റെ ഉള്ളിലെ പ്രണയം യാതൊരു കറയുമില്ലാതെ പ്രകടിപ്പിക്കുകയായിരുന്നു. സാർ. എന്ത് സാറ്? എനിക്കറിയാം തന്റെ മനസ്സെന്താണെന്ന്. എനിക്കറിയാം. ഞാനില്ലാതെ ഇപ്പൊ തനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഞാനുമായിട്ട് സംസാരിക്കാൻ, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ, ഓരോന്ന് ചെയ്യുക, ഇതെല്ലാം താൻ മനഃപൂർവ്വം ചെയ്യുന്നത്. തന്റെ ഇപ്പോഴത്തെ അഭിനയം ഒന്ന് നിർത്ത്. നോക്ക്, ജീവിതം എന്ന് പറയുന്നത് അഭിനയിച്ചു തീർക്കാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ജീവിതം ഈ ജന്മത്ത് എനിക്ക് വരുമെന്ന് അറിയില്ല സാർ. ഇത് കേൾക്കുമ്പോഴെനിക്ക് കലി വരുന്നത്. എടോ,
ഇങ്ങനെ അങ്ങ് ദുഃഖപുത്രിയാവാൻ മാത്രം തനിക്ക് എന്ത് പ്രശ്നങ്ങളാ ഉള്ളത്? തന്റെ അച്ഛൻ ജയിലിൽ കിടക്കുന്നു. ഓക്കെ, ആ കാര്യത്തിൽ ഞാൻ തനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. ഒരു നല്ല അനാഥാലയം തുടങ്ങണം, അതിനും ഞാൻ കൂടെയുണ്ട്. പിന്നെ എന്റെ അമ്മയ്ക്കാണെങ്കിൽ തന്നെ നല്ല സ്നേഹവും, അതുപോലെ എന്റെ അനിയനും അനിയത്തിക്കും ഒക്കെ തന്നെ വലിയ ഇഷ്ടമാണ്. അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുമുണ്ട്. ഇത്രയും അനുകൂലമായ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ എന്റെ ഉള്ളിലെ അവസ്ഥയും ഫീലിങ്സും ഒന്നും ആർക്കും മനസ്സിലാവില്ല സർ. ഞാനെന്ന് പറഞ്ഞ പോലെ സാറിനെ കളിപ്പിക്കോ അഹങ്കാരം കാണിക്കോ ഒന്നുമല്ല, വട്ടുമല്ല. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് സർ. അത് പറഞ്ഞ സാറിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. തന്നേക്കാളും 100 ഇരട്ടി പ്രശ്നമുള്ള 100 കണക്കിന് പേരുടെ പ്രശ്നങ്ങൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ത് പ്രശ്നമാണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്റെ പ്രശ്നവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ്? താൻ കാരണം എന്റെ ഭാവി അങ്ങ് ചെറുതായി പോകരുത്. താൻ എനിക്ക് ചേർന്ന ആളല്ല. 1 വർഷം കഴിഞ്ഞ് താൻ മാറിപ്പോയാൽ ഞാൻ തന്നേക്കാൾ മികച്ചൊരാളെ വിവാഹം ചെയ്ത് ജീവിതം കൂടുതൽ സേഫ് ആക്കേണ്ട ആളാണ്. താൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു തരത്തിൽ എന്നെ ദ്രോഹിക്കലാണ്, അല്ലേ? അതൊക്കെയല്ലേ തന്റെ മനസ്സിൽ? നോക്ക്, ശരി, അതങ്ങനെ ആവട്ടെ. തന്നേക്കാൾ മികച്ചൊരാളെ ഞാൻ കല്യാണം കഴിക്കാം, സമ്മതിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ. എല്ലാം കൊണ്ടും തന്നേക്കാൾ ഉയർന്ന ഒരാളെ താൻ തന്നെ കണ്ടുപിടിച്ചു തരണം. ആ നിമിഷം ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കും. തന്നേക്കാൾ സമ്പത്തുള്ള ആളിന് കിട്ടുമായിരിക്കും, തന്നേക്കാൾ സൗന്ദര്യമുള്ള ആളിന് കിട്ടുമായിരിക്കും, തന്നേക്കാളും വിദ്യാഭ്യാസം ഉള്ളതും സ്വഭാവ ഗുണവും ഉള്ളതുമായ ഒരാളിന് കിട്ടുമായിരിക്കും. പക്ഷേ ഇതൊക്കെ കൃത്യമായ അളവിൽ ചേർന്ന ഒരാളിനെ കിട്ടില്ലടോ. തന്നെ പോലൊരാളെ കിട്ടില്ലടോ. ഞാനൊരു ഉദാഹരണം പറയാം, ചുമ്മാ ഒരു ഉദാഹരണം. ആ ഉദാഹരണം എത്രത്തോളം കൃത്യമാണെന്ന് എനിക്കറിയില്ല. ഇപ്പോ താമരപ്പൂവും അമ്പൽപ്പൂവും ഒക്കെ കാണുന്നത് ഒരു കൗതുകമാണ്, ഒരു രസമൊക്കെ കിട്ടും. പക്ഷേ നമ്മുടെ മനസ്സിനോട് എപ്പോഴും ഒട്ടിക്കിടക്കുന്നത് വീടിന്റെ മുറ്റത്തുള്ള പിച്ചിയും മുല്ലയും തെച്ചിയും ഒക്കെയാണ്. അത് നമ്മുടേതാണെന്നൊരു ഫീലാ. ഈ സമുദ്രം വല്ലപ്പോഴും കാണുന്ന ഒരു രസമാണ്. അതിന് പക്ഷേ നമുക്ക് പരിചയമുള്ള കൈത്തോടിന്റെയോ പുഴയുടെയോ ഇതിന്റെ ഒന്നും ഫീല് തരാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. താൻ കാര്യങ്ങൾ മനസ്സിലാക്കുമെങ്കിൽ മനസ്സിലാക്കുക. സാറിന്റെ ഉദാഹരണവും ഉപമയും എനിക്ക് മനസ്സിലായി സാർ. ഞാൻ മുല്ലയും പിച്ചിയൊന്നും അല്ല, തൊട്ടാവാടി പോവാ. തലയിൽ ചൂടാനും ഉപയോഗിക്കില്ല, ആരാധനയ്ക്കും പറ്റില്ല. അതുപോലെ വീടിനടുത്തുള്ള പുഴയാന്നൊക്കെ പറഞ്ഞില്ലേ, എന്നോ ഒരിക്കൽ വറ്റി വരണ്ടുപോയ പുഴയാ സാർ. അതുകൊണ്ട് സാറിന് ചേരുന്നത് ആമ്പലും താമരയും സമുദ്രവും ഒക്കെ തന്നെയാ. അപ്പൊ ശരി സാർ, ഉറക്കം വരുന്നേ. ഗുഡ് നൈറ്റ്. ഒരു കാര്യം മനസ്സിലായി, ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരോട് എന്ത് പറയാനാ? എന്ത് പറഞ്ഞാലും അവർ തിരിച്ചൊന്ന് പറഞ്ഞ് അവരാണ് ശരിയെന്ന് സ്ഥാപിക്കും. ശരി ശരി. അയ്യോ, പാറ്റ 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 പാറ്റ. ഇപ്പൊ ഞാൻ വേണോ? അങ്ങനെ പാറ്റയെ കൊല്ലാൻ വേണ്ടി മാത്രം ഒരാളാവാൻ എനിക്ക് താല്പര്യമില്ല. താനേ
പിടിവിട്ടെ പിടിവിട്ടെ പിടിവിട്ടെ. സർ പ്ലീസ് സർ, ഓടിക്ക് സർ, ഓടിക്ക്, എനിക്ക് പേടിയാ സർ. എവിടെ പാട്ട് എവിടെ? ഓഹോ, അത് ശരി, പറ്റിച്ചതാണല്ലേ. സാറേ, സാറിങ്ങനെ ഒരുമാതിരി മോശം പരിപാടി കാണിക്കരുത്. ഞാൻ പേടിച്ച് സാറിനെ പിടിക്കും അറിഞ്ഞിട്ടല്ലേ സാറിനെ പേടിപ്പിച്ചേ. അതെ, ഇപ്പോ പാറ്റ തനിക്കൊരു പ്രശ്നമാണ്. താൻ എന്നെ പിടിച്ചു. അതുപോലെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലും തനിക്ക് കൂട്ടായി വിശ്വസിച്ച് പിടിക്കാനായി ഞാനുണ്ടാവുന്ന പറയുന്നേ. എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ആ പിന്നെ പാറ്റ എവിടെ ഉണ്ടായിരുന്നു? അയ്യോ സാറേ, ചുമ്മാ പേടിപ്പിക്കല്ലേ. ഒരു കാര്യം ചെയ്യും, ഞാനേ അവിടെ തന്റെ കൂടെ കിടക്കാം. അല്ലെങ്കിൽ താനൂടെ എന്റെ കൂടെ കിടന്നോ, പേടി മാറും. സാർ ആ ഏതായാലും കിടന്നോ, പാറ്റയും പൂച്ചൊന്നുമില്ല. സാർ ആള് കൊള്ളാം. പൂജ, എന്താ സാർ? ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വിശ്വസിക്കൂ? എന്നാ സാറ് പറയാൻ പോകുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. എന്താണ്? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് തൊട്ടാവാടി പൂവെന്നല്ലേ പറയാൻ വന്നേ? തനിക്കെങ്ങനെ മനസ്സിലായി? സാറിനെ മനസ്സിലായതുകൊണ്ട്. സാർ ഉറങ്ങിക്കോ. ഈ തൊട്ടാവാടി പൂവൊന്നും സാറിന് മാച്ചല്ല. ആനന്ദേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചിരിക്കാനല്ല, നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതാ. പക്ഷെ എന്റെ മാധുരി, ഇത്രയും മണ്ടത്തരമായ ഒരു സംഭവം കേട്ടിട്ട് അതൊന്ന് ചിരിച്ച് മുതലാക്കാതിരുന്നാൽ കഷ്ടമല്ലേ? ആനന്ദേട്ടാ, അസുഖത്തിന് മരുന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രണയത്തിന് മരുന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. ആനന്ദേട്ടൻ കളിയാക്കൊന്നും വേണ്ട. പ്രണയത്തിന് മരുന്നൊക്കെ ഉണ്ട്, മരുന്നിന് ഫലവും കിട്ടി. പക്ഷെ ആളൊന്നും മാറിപ്പോയി. അതാ ഇപ്പൊ പ്രശ്നമായത്. ആ മരുന്നെടുത്ത് വസന്തം കുടിച്ചെന്നേ, അതിന്റെ കോപ്രായങ്ങളിൽ കാട്ടിക്കൂട്ടുകയും ചെയ്തു. നീ ഇതെന്താ പറയുന്നത്? ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ പ്രണയം കൂട്ടാനുള്ള മരുന്ന്? പൂജ അഭിനയിച്ചില്ലേ, അതുപോലെ വസന്തനും അഭിനയിച്ചതായിരിക്കും. അല്ലെങ്കിലേ അവനൊരു എല്ലു കൂടുതലാ. അങ്ങനെ അഭിനയിച്ചതായിരിക്കോ? ഏയ് അല്ല, അഭിനയിച്ചതൊന്നും അല്ല, മരുന്നിന്റെ എഫക്ട് തന്നെയാ. അതെന്തു ആവട്ടെ, എന്തായാലും ഇതിന്നൊരു പാഠം പഠിച്ചില്ലേ? ഓരോ അന്ധവിശ്വാസങ്ങളിൽ ചെന്ന് ചാടരുതെന്ന്. ആ, ഇത് അന്ധവിശ്വാസമൊന്നും ആയിരുന്നില്ല. പൂജമോളും അർജുനും തമ്മിൽ എന്തോ ഒരു അകൽച്ച. ഓക്കെ, ഞാൻ പറഞ്ഞത് പിൻവലിച്ചു. പക്ഷെ നോക്കുമാതിരി ഇനി അവരെ അവരുടെ പാട്ടിനങ്ങ് വിട്ടേക്കണം. അവര് പ്രണയിക്കുന്നുണ്ടെങ്കിൽ പ്രണയിച്ചോട്ടെ, അകലുന്നെങ്കിൽ അകലട്ടെ, പിണങ്ങുന്നെങ്കിൽ പിണങ്ങട്ടെ. മക്കൾക്ക് കുടുംബമായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ അവരുടെ ലോകത്തേക്ക് വിട്ടേക്കണം. അവര് കളിക്കുകയോ ചിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. കുടുംബം മുന്നോട്ട് പോണ്ടേ, നമുക്കൊരു പേരുകുട്ടി വേണ്ടേ, അവരുടെ കളിയും ചിരിയും കുസൃതിയും ഒക്കെ കാണണ്ടേ. ആ, അങ്ങനെ തോന്നുന്ന ആഗ്രഹമാണെങ്കിൽ പെട്ടെന്ന് സാധിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ വിൽക്കുന്നതെങ്കിൽ അവരുടെ ഔദാര്യം പ്രധാന. നമുക്കൊരു പേരക്കുട്ടി വേണമെങ്കിൽ നമ്മുടെ മക്കള് കനിയണം. നമ്മൾ മാതാപിതാക്കൾ ആവണോ വേണ്ടേന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. നേരെ മറിച്ച് നമുക്ക് ഒരു കുട്ടി മതിയെങ്കിൽ ആരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കണ്ട. ദേ, ഞാനിപ്പോഴും റെഡിയാ. ഒറ്റ കുത്തുവെച്ചിരും ഞാൻ കേട്ടോ. എന്ത് പറഞ്ഞാലും ആനന്ദേട്ടന്റെ തലയിൽ കേറുന്നില്ലല്ലോ. വിഷമിക്കാതെ മാതിരി, നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ നടക്കാതെ പോവോ?
അർജുനും പൂജയും ഒരുപാട് സമ്മർദ്ദങ്ങൾ കൂടിയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞാകാനുള്ള മാനസിക തയ്യാറെടുപ്പൊന്നും വന്നു കാണില്ല. പൂജയ്ക്ക് തന്നെ അച്ഛൻ ജയിലിലാണെന്നുള്ള ഒരു ആദി കാണില്ലേ? എനിക്കെന്തോ ആകെ ഒരു സന്തോഷമായിരുന്നു. ഒക്കെ പോയി കിട്ടി. ഒന്നും പോയിട്ടില്ല. അതെ, എന്താ? ആ മരുന്നിന്റെ ബാക്കി വല്ല ഇരിപ്പുണ്ടോ? എന്തിനാ? അല്ല, എനിക്കൊന്ന് കഴിക്കാനാ. എന്നിട്ട് വേണം എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് പ്രണയിച്ച് നടക്കാൻ. അയ്യടാ. ഇതെന്താ പൂജ, ഇങ്ങനെ ഒരു പുതിയ ശീലം? എനിക്ക് വക്കീൽ ഓഫീസിൽ പോകേണ്ടത് പാന്റ് ഷർട്ടും ഇട്ടിട്ടാ. താനെന്തിനാ ഈ മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തു വെക്കുന്നേ? എന്റെ സാർ ഇന്ന് മുണ്ട് ഷർട്ടും ഇട്ട് പോയാ മതി. ഓ, അത് താനാണോ തീരുമാനിക്കുന്നത്? ഞാൻ എന്ത് ധരിക്കണം എന്ത് ധരിക്കണ്ടെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. തന്റെ അധികാരപ്രയോഗം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എന്നെ കഴിഞ്ഞ ദിവസം ആ മരുന്നിന്റെ പേരിലിട്ട് വട്ടം കറക്കിയത് ഞാൻ മറന്നിട്ടില്ല. തനിക്ക് പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ വല്ലതും ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഞാനൊരു പുരുഷനല്ലേ, ഒരു പുരുഷനോട് ഇങ്ങനെയൊക്കെ പെരുമാറാമോ? സാർ, അതൊക്കെ ഒരു തമാശയല്ലേ? അമ്മയ്ക്കും കനകേച്ചിക്കും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തതാ. അവരിത്രയും കഷ്ടപ്പെട്ട് നമ്മളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ വഴിപാട് നേർച്ചയായി നടക്കുമ്പോ നമ്മളൊന്നും കണ്ടില്ലാന്ന് നടിക്കുന്നത് ശരിയാണോ? സാർ, അവർക്കും വേണ്ടേ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അതാ ഞാൻ അങ്ങനെ പെരുമാറിയത്. അത് കാരണം സാറിന്റെ പുരുഷത്വത്തെ ഞാൻ ചോദ്യം ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കേ. എന്തായാലും ഒരു പാവം കോൺട്രാക്ട് വൈഫല്ലേ ഞാൻ. ചെറിയ ചെറിയ അധികാരങ്ങളൊക്കെ എനിക്കും ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പൊ എന്നെ മുണ്ടും ഷർട്ടും ധരിപ്പിച്ച് കോടതിയിലേക്ക് അയക്കുന്നത്? ഞാൻ ജഡ്ജിയുടെ മുമ്പില് മുണ്ടും ഷർട്ടും ഇട്ട് വായിച്ചാൽ മതിയോ? അതിന് സാർ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലല്ലോ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്നു. അമ്മ കല്യാണം നിശ്ചയിച്ചുകൊണ്ടാണോ അതോ ആശുപത്രിയിൽ എന്നെ ശുശ്രൂഷിച്ചതിന്റെ അധികാരം കാണിക്കലാണോ? ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് തന്റെ വരികൽ അല്പം കൂടുന്നുണ്ടേ. താനാണോ തീരുമാനിക്കുന്നത് ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന്? എനിക്കിപ്പോ ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ട്. എന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഞാൻ തീരുമാനിച്ചോളാം, താൻ തീരുമാനിക്കണ്ട. സർ, ഇന്ന് കോടതി അവധിയാ. ഞാൻ ജോർജുട്ടിയെ വിളിച്ചിരുന്നു. ജോർജുട്ടി എന്നോട് പറഞ്ഞു കോടതി ഇന്ന് അവധിയാണെന്ന്. സാറിന് അതുപോലും ഓർമ്മയില്ല. ഇതാണ് കുഴപ്പം. നിങ്ങൾ ആണുങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കാൻ ഒരാള് കൂടിയേ തീരൂ. ഞാനില്ലായിരുന്നെങ്കിൽ സാറിന്റെ കാര്യം വലിയ കഷ്ടത്തിലാവുമായിരുന്നല്ലോ. സാർ ഇതുവരെ എങ്ങനെ ജീവിച്ചു എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വലിയ അതിശയാ തോന്നുന്നേ. ഓ, അത് പിന്നെ ഇന്ന് കോടതി ഇല്ലാന്നൊക്കെ എനിക്കറിയാം. എനിക്ക് മറ്റു ഓഫീസ് കാര്യങ്ങളുണ്ട്. കോടതിയിൽ പോക്ക് മാത്രമല്ല ഒരു അഡ്വക്കേറ്റിന്റെ ജോലി. കേസ് സംബന്ധമായി ഒരുപാട് രേഖകളും തെളിവുകളും കളക്ട് ചെയ്യാൻ ഓഫീസുകളിൽ പോകാനും ആളുകളെ കാണാനും ഒക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് SP കാണണം. അതിന് മുണ്ടെടുത്തോണ്ട് പോയി ശരിയാവൂ? താൻ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. താൻ ഇവിടെ വരുന്നതിന് മുമ്പേ ഞാൻ ഒറ്റയ്ക്കാ എന്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പൊ താൻ ചെയ്തതിനേക്കാളും വളരെ കൃത്യമായും ഭംഗിയായും എന്റെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. അയ്യേ അല്പ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി എന്റെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടരുത്. അയ്യോ സർ, ഞാൻ ഇടപെട്ടതല്ല. രാവിലെ അമ്മ എന്നോട് പറഞ്ഞു അർജുനെയും കൊണ്ട് അമ്പലത്തിൽ പോണം. അതുകൊണ്ടാ ഞാൻ സാറിന് മുണ്ട് ഷർട്ടും എടുത്തു വെച്ചത്. പിന്നെ അത് മാത്രമല്ല സർ, മുണ്ട് ഷർട്ടും ഇട്ടാ ലാലേട്ടന്റെ ലുക്കാ. ഓ, മരണം മാസല്ലേ. അതൊക്കെ കാണാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തേ. നന്നായിട്ട് നടക്കാൻ സാറിന് ആഗ്രഹമില്ലെങ്കിൽ സോറി. സാറിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. ഞാൻ ഇതെല്ലാം എടുത്ത് അകത്തോണ്ട് വെക്കാം. വേണ്ട വേണ്ട, ഞാൻ വരാം. അമ്മ പറഞ്ഞിട്ടാ ചെയ്തെന്ന് താൻ എന്നോട് പറഞ്ഞില്ലല്ലോ.
എന്തായാലും ഞാൻ വരാം. നമുക്ക് അമ്പലത്തിൽ പോവാം. മറ്റു പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യാം. അയ്യോ സർ വേണ്ട. പെണ്ണുങ്ങള് പറയുന്നത് കേട്ടാ സാറിന്റെ പുരുഷത്വം ഒഴുകിപ്പോയാലോ. സോ വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം അമ്പലത്തിൽ. അമ്മയോട് ഞാൻ പറയാം സാറിന് എന്റെ കൂടെ വരുന്നത് ഇഷ്ടമല്ലാന്ന്. പിന്നൊരു കാര്യം കൂടി, ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്റെ ജോലിയുടെ ഭാഗമായിട്ടാ. എന്റെ റോള് ഞാൻ ഭംഗിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് സാറിന് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ സോറി. ഞാൻ കാര്യങ്ങളെല്ലാം അമ്മയോട് തുറന്നു പറയാം. ഇല്ല പൂജ, താൻ പറയുന്നത് ശരി. ഇന്ന് അവധിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. രാവിലെ ഓഫീസിൽ പോകണമെന്ന് കരുതിയ റെഡിയായത്. തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചു താൻ എനിക്ക് കോടതി പോകാൻ വേണ്ടിയിട്ടാ ഈ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചെന്ന്. അപകടത്തിന് ശേഷം എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് മറന്നു പോകുന്നു. താൻ എന്നോട് ക്ഷമിക്കും. പിന്നെ താൻ കഴിഞ്ഞ ദിവസം ആ മരുന്ന് കഴിച്ചെന്ന് കരുതി പ്രണയം അഭിനയിച്ച് എന്നെ വട്ടം കറക്കിയില്ലേ? അതൊക്കെ എന്റെ മനസ്സിലിങ്ങനെ തികട്ടി വന്നു. എന്നെ പറ്റിച്ചു എന്നൊരു തോന്നല്. പക്ഷേ താൻ പറഞ്ഞ പോലെ തന്റെ പെർഫോമൻസ് മികച്ചായിരുന്നു. ഇനി ഇങ്ങനെ വല്ലതും ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു സൂചനയെങ്കിലും തരണം. അല്ലെങ്കിൽ പാവം അർജുൻ പെട്ടുപോകും. താൻ പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ സത്യമാണെന്ന് ഞാൻ കരുതിപ്പോയി. ഞാനൊരു മണ്ടനായി എന്ന സത്യം അറിഞ്ഞപ്പോ എന്റെ ആത്മാഭിമാനം ഉണർന്നു. ഞാൻ എന്തൊക്കെയാലും ഒരു വലിയ വക്കീലല്ലേ. എന്നിരുന്നാലും എനിക്കുണ്ടല്ലോ ഒരു മനസ്സും ചിന്തയും വികാരവും ഒക്കെ. ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ എന്നെയും ബാധിക്കും. നമ്മൾ ആത്മാർത്ഥമായി കരുതുന്നത് ഒരു പറ്റിക്കലായിരുന്നെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വിഷമം, അതിന്റെ ഒരു ദേഷ്യം മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്നോട് അല്പം നീരസത്തോടെ പെരുമാറിയത്. സോറി സർ. ഞാൻ സാറിനെ വേദനിപ്പിക്കാനോ കളിയാക്കാനോ കരുതിയിട്ടല്ല അങ്ങനെയൊക്കെ ചെയ്തത്. എന്റെ പൊട്ട മനസ്സിൽ തോന്നിയ ചില ഐഡിയകൾ അങ്ങ് വർക്കൗട്ട് ആക്കിയെന്ന് മാത്രം. സാർ അത് ആസ്വദിക്കുന്നു കണ്ടപ്പോ ഞാൻ അതിന്റെ ഡോസ് അല്പം കൂട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ അത് സാറിന്റെ ഉള്ളിലൊരു വേദനയായി നിറയുന്നു എന്നറിയുമ്പോ വിഷമമുണ്ട്. അങ്ങനെ ഒരാളും ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല എന്നുണ്ട്. നമ്മൾ ഒരാളെയും പറ്റിക്കാൻ പാടില്ല എന്നാ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ചെയ്തത് സാറിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വിഷമാവും. ഞാൻ അതിനെന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. എടോ, താൻ ഫീലൊന്നും ആവണ്ട. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഈ മുറിക്കകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായില്ലേ. പരസ്പരം ഒന്നും ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടാ എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങള് തന്നോടല്ലാതെ ആരോട് പറയാനാ. എന്തായാലും അമ്മ ആഗ്രഹിച്ച പോലെ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം. ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാം. താൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കും.